അങ്ങയുടെ മുഖത്തേക്ക് നോക്കി സ്തുതിപ്പാൻ നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇന്ന് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പ്രസ്ബിറ്റേറിയൻ ഫൗണ്ടേഷന്റെയും ഗ്രേസ് കൗൺസിലിംഗ് സെന്ററിന്റെയും ഒക്കെ വൈസ് ചെയർമാൻ ആയിരിക്കുന്നതായ പ്രൊഫസർ റേച്ചൽ ഡാനിയൽ അവர்களാണ്. I received so many emails, so many phone calls, so many letters about this occasion. ഈ പ്രത്യേക സന്ദർഭത്തെ കുറിച്ച് അനേക ഫോൺ കോളുകളും ഇമെയിലും അതുപോലെ എഴുത്തുകളും ലഭിക്കുവാനിടയായിട്ടുണ്ട്. And I am so honored to be here with you, with this all distinguished guests in our midst. ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ അതിഥികളായിരിക്കുന്ന പ്രമുഖരായ വ്യക്തികളോടുകൂടെ നിങ്ങളോടെല്ലാവരോടും കൂടെ ആയിരിക്കുന്നത് ഒരു വലിയ സന്തോഷമായി പദവിയായി ഞാൻ കാണുന്നു. I am going to just share with you a few minutes. ചില നിമിഷങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. We live in the last days. നമ്മൾ ഒരു അന്ത്യകാലത്താണ് ജീവിക്കുന്നത്. Exciting things are happening around the world. ലോകത്തിലെല്ലായിടവും വളരെ ആവേശകരമായ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. In the book of Daniel chapter 12 verse 4 it says, in the last days the knowledge shall increase. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. Today we are living in the world where the knowledge is increasing tremendously. വളരെ അതിഭയങ്കരമായ രീതിയിൽ മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നത്. From the time of Jesus Christ it took 1800 years, 1800 years for the knowledge to double. യേശുക്രിസ്തുവിന്റെ കാലം മുതൽ 1800 വർഷങ്ങൾ എടുത്തിട്ടാണ് മനുഷ്യന്റെ ജ്ഞാനം ഇരട്ടിയാകുവാനിടയായിത്തീർന്നത്, അറിവ് ഇരട്ടിയാകുവാനിടയായിത്തീർന്നത്. It took 1800 years, 1800 years. 1800 വർഷങ്ങൾ കൊണ്ടാണ് മനുഷ്യന്റെ അറിവ് അത് ഇരട്ടിയാകുവാൻ സമയമെടുത്തു. After that it took only 100 years to double the knowledge. അതിനുശേഷം 100 വർഷക്കാലം കൊണ്ട് മനുഷ്യന്റെ അറിവ് ഇരട്ടിയാകുവാൻ പെട്ടെന്ന് ഒരു ത്വരിതമുണ്ടായി. What it took 1800 years, then it took only 100 years. 1800 വർഷങ്ങൾ കൊണ്ട് മുമ്പ് സംഭവിച്ച കാര്യം 100 കൊല്ലം കൊണ്ട് പിന്നീട് അത് അറിവ് ഉണ്ടാകുവാനിടയായിത്തീർന്നു. From 1900 to 1950, within 50 years the knowledge increased double. 1900 തൊട്ട് 1950 വരെയുള്ള 50 വർഷം കൊണ്ട് പിന്നെയും ആ കാലഘട്ടം കൊണ്ട് മനുഷ്യന്റെ അറിവ് ഇരട്ടിയാകുവാനിടയായിത്തീർന്നു. From 1950 to 1975, within 25 years the knowledge began to increase double. 1950 മുതൽ 1975 വരെയുള്ള 25 കാലഘട്ടം കൊണ്ട് വർഷം കൊണ്ട് മനുഷ്യന്റെ അറിവ് വീണ്ടും അത് ഇരട്ടിയാകുവാനിടയായിത്തീർന്നു. After 1975 it took from 7 to 5 years for the knowledge to double. 1975 മുതൽ 5 വർഷം തൊട്ട് 7 വർഷം വരെയുള്ള കാലയളവിൽ മനുഷ്യന്റെ ജ്ഞാനം അറിവ് വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ വളരെയധികം കാര്യങ്ങൾ പഠിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളോട് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് എനിക്ക് താല്പര്യമുള്ളത്. PSC എന്ന് നമ്മൾ പറയുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക സ്ഥാപനമാണ്. അത് നമ്മുടെ മുഖ്യമന്ത്രിയെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തോടൊപ്പം 20 or 21 സഹമന്ത്രിമാരും ഉണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്നതിന് മന്ത്രിസഭ അല്ലെങ്കിൽ ക്യാബിനറ്റ് എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉച്ചക്കത്തെ ലഞ്ചെല്ലാം കഴിച്ചോ നിങ്ങൾ? ഉറക്കം വരുന്നവർക്ക് എഴുന്നേറ്റിരിക്കുക കേട്ടോ. ഉറക്കം ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉടനെ എഴുന്നേറ്റ് നിന്നോണം. ഞാൻ ഒന്നും ചോദിക്കത്തില്ല. ഉറക്കം മാറുമ്പോൾ ഇരിക്കുക. ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. ഞാൻ വലിയ ഡോക്ടറാണെങ്കിലും എനിക്കറിയാം എന്നേക്കാളും ഉപരി പ്രവർത്തിക്കുന്ന കർത്താവായ യേശുവാണെന്നുള്ളത്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ നല്ല ആരോഗ്യമുള്ള കരങ്ങൾ ദൈവം തന്നിരിക്കുമ്പം ദൈവത്തെ സ്തുതിക്കണം.
അതിൽ 4 കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ ആരോഗ്യമുള്ള ഭക്ഷണം, ഹെൽത്തി ഡയറ്റ് കേട്ടോ, വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇതാ ഹെൽത്തി ഡയറ്റ്, ആരോഗ്യപരമായ ഭക്ഷണം. ഞാൻ ഓരോന്നിലേക്കും വരാം. 2, നമുക്ക് എക്സസൈസ്. ഒന്നാമത് ആതിര ടി സുകുമാരൻ. ആതിര ടി സുകുമാരന് ഇപ്പോൾ സർട്ടിഫിക്കറ്റ്, എൽ സാംസാറ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രണ്ടാമത് ബിന്ദു ജോൺ. അടുത്തത് ജേക്കബ് ഉമ്മൻ. അടുത്തത് ജൂലി വർഗീസ്. സാറാമ്മ ജോർജ്. വർഗീസ് മാത്യു. ഞാൻ ആദ്യം എൻ്റെ റോബോട്ടിനെ ഒന്ന് പ്രോഗ്രാം ചെയ്യട്ടെ. കാശ് കൊടുത്ത് വാങ്ങിച്ച റോബോട്ടാണ്. ഇവന്റെ പേര് ഈഗോ. എടാ ഈഗോ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നീ സ്റ്റാർട്ട് ആകണം. മെഡിക്കൻ. ഈഗോ മൂ എന്ന് പറഞ്ഞാൽ നീ ഈ കസേര അടുത്തേക്ക് നീങ്ങണം. കൊള്ളാം. ഈഗോ കില്ലെന്ന് പറഞ്ഞാൽ നീ കൊല്ലണം. അതിപ്പം വേണ്ട, നിനക്കറിയാമല്ലോ. ഈഗോ ബാക്ക് ടു പൊസിഷൻ എന്ന് പറയുമ്പോൾ നീ തിരികെ ആ പഴയ പൊസിഷനിലേക്ക് പോകണം. കൊള്ളാം, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. 5 ലക്ഷം രൂപ പോയാലെന്താ, കുറെ പേരെ വകവരുത്താനുണ്ട് എനിക്ക്. അടുത്തുള്ള സ്കൂളിലേക്ക് ഡ്രഗ് ആൻഡ് ആൽക്കഹോളൊക്കെ ഒന്ന് സപ്ലൈ ചെയ്യാനായിട്ട് ഉള്ള മരുന്നൊക്കെ ഞാൻ ഉണ്ടാക്കട്ടെ. അവിടെ കൊടുക്കാനുള്ള ഡ്രഗ്സ് മുട്ടായി. ഡ്രഗ്സ് മുട്ടായി ഉണ്ടാക്കി തീർന്നാലേ എനിക്ക് സ്കൂളിൽ കൊണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ, ഇതാരാ വരുന്നേ? ചാണ്ടിച്ചനോ? അയ്യോ, ഇയാളെ കൊണ്ട് തോറ്റു. എല്ലാം മാറ്റി വെക്കട്ടെ. എന്താണ് ചാണ്ടി ഈ വെളുപ്പാങ്കാലത്തെ? എന്താണ് നിനക്ക് അറിയേണ്ടത്? നിന്റെ 10 ലക്ഷം രൂപ ഇപ്പൊ തരണം. നാളെ തരാം. ഇപ്പൊ തരണം. അന്ന് നിന്നോട് എന്താ ഞാൻ പറഞ്ഞത്? നാളെ തരാമെന്നല്ലയോ? ഇന്ന് പറയുന്ന നാളെ തരാനും. അതെ,